ബയോഡൈവേഴ്സിറ്റി ഡിസ്ക്രൈബ്സ് ദ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ ഇടയിലുള്ള ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബിലോ സ്പീഷീസ് ലെവൽ, അറ്റ് സ്പീഷീസ് ലെവൽ, അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ, അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. മക്കളെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4 ആണ് അല്ലേ. കാരണം എന്താ? അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പീഷീസ് ലെവലിലോ അല്ലെങ്കിൽ അറ്റ് സ്പീഷീസ് ലെവലിലോ ഓർ ബിലോ സ്പീഷീസ് ലെവലിലോ ഓർ കമ്മ്യൂണിറ്റി ലെവലിൽ മാത്രമല്ല നടക്കുന്നത്. എങ്ങനെയും കൂടാണ്? ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ബയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ലെവലുകളിലും എന്ത് നടക്കുന്നുണ്ട്? ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ സ്റ്റഡി നടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഡിസ്ക്രൈബ്സ് ദ ഡൈവേഴ്സിറ്റി എമംഗ് ഓൾ അല്ലെങ്കിൽ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. അതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ഷോ മാക്സിമം ബയോഡൈവേഴ്സിറ്റി ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു പെയർ ഓഫ് ജോഗ്രഫിക്കൽ ഏരിയാസ് ഏതൊക്കെയാണ്? സുന്ദർബൻസ് ആൻഡ് റാൻ ഓഫ് കച്ച്, ഈസ്റ്റേൺ ഗാഡ്സ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റേൺ ഹിമാലയ ആൻഡ് വെസ്റ്റേൺ ഗാഡ്സ്, കേരള ആൻഡ് പഞ്ചാബ്. മക്കളെ ഏതാണ്? നമ്മുടെ രണ്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈസ്റ്റേൺ ഹിമാലയയും വെസ്റ്റേൺ ഗാഡ്സ്. ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള രണ്ട് ഏരിയാസ് ആണ്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ഈ പറയുന്ന എന്താണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസും ഉണ്ട്, എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്, ഹാബിറ്റാറ്റ് ലോസ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഈ രണ്ട് റീജിയൻസിനെ അല്ലെങ്കിൽ ഇന്ത്യയിലാകെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണുള്ളത്. അതിൽ 2 എണ്ണം ഒന്ന് വെസ്റ്റേൺ ഗാഡ്സും മറ്റൊന്ന് ഈസ്റ്റേൺ ഹിമാലയാസുമാണ് അല്ലേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. IUCN സ്റ്റാൻഡ്സ് ഫോർ. IUCNന്റെ ഫുൾ ഫോം എന്താണ്? നമുക്ക് ഓപ്ഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾ പറയും അല്ലേ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലേ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു IUCN 2004 the total number of plants and animal species described so far is slightly more than. അപ്പോൾ IUCNന്റെ 2004 കണക്ക് പ്രകാരം എത്രമാത്രം പ്ലാന്റുകളും എത്രമാത്രം അനിമൽ സ്പീഷീസിനെയുമാണ് ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? എത്രയാണ് മക്കളെ? 1.5 മില്യണിൽ കൂടുതൽ എന്നല്ലേ നമ്മൾ പറയാറ്? ആണ് 1.5 മില്യൺ ആണ് ഇതുവരെ നമ്മൾ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ആരുടെ നമ്പർ ഓഫ് പ്ലാന്റ്സിൻ്റെയും അനിമൽ സ്പീഷീസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. മോർ ദാൻ 70% ഓഫ് ഓൾ ദ സ്പീഷീസ് റെക്കോർഡഡ് സോ ഫാർ ആർ. അതായത് ഏകദേശം 70% സ്പീഷീസുകളെയും ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരുടെ കേസിലാണ്? ഇൻസെക്റ്റ്, പ്ലാന്റ്സ്, അനിമൽസ്, ഇൻവെർട്ടിബ്രേറ്റ്സ്. മക്കളെ ആരാണ്? അനിമൽസ്. അനിമൽസിൻ്റെ കേസിൽ ഏതാണ്ട് നമ്മളൊരു 70% സ്പീഷീസിനെയും ഓൾറെഡി എന്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു? റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇൻസെക്റ്റിൻ്റെയൊക്കെ കേസ് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഇൻസെക്ട്സിനെ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഐഡൻറ്റിഫൈ പോലും ചെയ്തിട്ടില്ല, ക്യാരക്ടറൈസ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ടാക്സോണമിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡമാണ് അല്ലെങ്കിൽ അനിമൽസിനെയാണ്. ഏകദേശം 70% അനിമൽ സ്പീഷീസിനെ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. എക്സോട്ടിക് സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഓഫൺ എൻഡേഞ്ചേർഡ്, യൂഷ്വലി ഇൻക്രീസ് ബയോഡൈവേഴ്സിറ്റി, ഓഫൺ എൻഹാൻസ് ദ ഹാബിറ്റാറ്റ് ഫോർ നേറ്റീവ് സ്പീഷീസ്, യൂഷ്വലി റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി. മക്കളെ, എക്സോട്ടിക് സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന, ഇപ്പോൾ നമ്മുടെ ഹീവിയ ബ്രസീലിയൻസസ് ഏതാണ്? നമ്മുടെ റബ്ബർ നമ്മുടെ നാട്ടിലേക്ക് ഒരു എക്സോട്ടിക് സ്പീഷീസ് ആയിട്ട് വന്ന ആളാണ് അല്ലേ. എന്നാൽ ഇയാൾ വന്നതോടുകൂടി ഈ പറയുന്ന റബ്ബർ ഇവിടെ പ്ലാന്റ് ചെയ്തതോടുകൂടി നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? കുറയുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എക്സോട്ടിക് പ്ലാന്റ്സിൻ്റെ കടന്നു വരവ് എന്തിനെ കുറയ്ക്കും? ഒരു സ്ഥലത്തുള്ള നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റിയെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, എക്സോട്ടിക് സ്പീഷീസുകളെല്ലാം ഇപ്പോഴും യൂഷ്വൽ ബയോഡൈവേഴ്സിറ്റിയെ യൂഷ്വലി റെഡ്യൂസ് ദ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റിയെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുകയാണ് ജനറലി ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. The highest number of species in the world is represented by algae, lichens, fungi, mosses. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഫംഗയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ദ വേൾഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കിങ്ഡം ഫംഗൈ. അനിമേലിയാണ് ഫസ്റ്റ് പൊസിഷൻ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇവിടെ അനിമേലിയ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഫംഗൈ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് സ്പീഷീസിന് ഹയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷീസ് ഉള്ളത് ആർക്കെന്നേ പറയാൻ പറ്റൂ? ഫംഗസിനെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറന്റ്ലി എ മേജർ കോസ് ഓഫ് ഗ്ലോബൽ റിഡക്ഷൻ ഇൻ ബയോഡൈവേഴ്സിറ്റി?
താഴെ പറയുന്ന കാരണങ്ങളിൽ ഏതാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി റിഡക്ഷന് കാരണമാകാത്തത്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോറിൻ പ്രെഡേറ്റേഴ്സ് ആൻഡ് ഡിസീസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമായിട്ട് 3 പോയിന്റുകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ പറയുന്നു, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ പറയുന്നു, ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോറിൻ പ്രെഡേറ്റേഴ്സ് ആൻഡ് ഡിസീസ്. ഗ്ലോബൽ വാർമിംഗ് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കറന്റ്ലി എന്തല്ല ഈ പറയുന്ന ഗ്ലോബൽ റിഡക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ കാരണമായി നമ്മൾ കണക്കാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിംഗ് ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is considered a hotspot of biodiversity in India? താഴെ പറയുന്നതിൽ ആരെയാണ് ഇന്ത്യയിലെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായി കണക്കാക്കിയിരിക്കുന്നത്? ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, ഈസ്റ്റേൺ ഗാട്സ്, ആരവല്ലി ഹിൽസ്, വെസ്റ്റേൺ ഗാട്സ്. മക്കളെ പറഞ്ഞു 3 റീജിയൻസ് ആണ് നമ്മുടെ രാജ്യത്ത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഈസ്റ്റേൺ ഹിമാലയാസ് ആണ്, മറ്റൊന്ന് ഈ പറയുന്ന വെസ്റ്റേൺ ഗാട്സ് ആണ്, മൂന്നാമത് ഇൻഡോ ബർമൻ ബോർഡർ ആണ്, അല്ലേ? ഇൻഡോ ബർമൻ ബോർഡർ ആണ്. അപ്പോൾ ഇവിടെ വെസ്റ്റേൺ ഗാട്സ് ഉള്ള സ്ഥിതിക്ക് എന്താണ്? അതാണ് ഇവിടുത്തെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായി കണക്കാക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി മീൻസ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഏരിയാസ് ഓഫ് എർത്ത് ദാറ്റ് കണ്ടെയ്ൻ മെനി എൻഡമിക് സ്പീഷീസ്, സ്പീഷീസ് സെർവ് ആസ് പ്രോക്സി ഫോർ എൻറ്റയർ കമ്മ്യൂണിറ്റി ഇൻ പർട്ടിക്കുലർ ഏരിയ, സ്പീഷീസ് ഇൻ പർട്ടിക്കുലർ നിഷെ ഓർ ഏരിയ, സ്പീഷീസ് ഡൈവേഴ്സിറ്റി അറ്റ് പർട്ടിക്കുലർ ഏരിയ. ഏതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഏരിയാസ് ഓഫ് എർത്ത് ദാറ്റ് കണ്ടെയ്ൻ മെനി എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളാണ് എൻഡമിക് സ്പീഷീസുകൾ. അങ്ങനെയുള്ള എൻഡമിക് സ്പീഷീസുകൾ ഏറ്റവും കൂടിയ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ദാറ്റ് ഈസ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ഭാഗങ്ങൾ കൂടുതൽ ത്രെട്ടിലുമാണ്. എന്തിൻ്റെ ഭീഷണിയിലാണ്? ഹാബിറ്റാറ്റ് ലോസിൻ്റെ, അതായത് അവിടുത്തെ ആവാസ വ്യവസ്ഥ നശിക്കുന്നതിൻ്റെ ഭീഷണിയിലും കൂടെ ആകുമ്പോഴാണ് ഇതിനെ ശരിക്കും നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുന്നത്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ധാരാളം എൻഡമിക് സ്പീഷീസ് ഉണ്ടെന്നാലും എന്നാൽ അത് എന്തിൻ്റെ ത്രെട്ടിലാണ്? ഹാബിറ്റാറ്റ് ലോസിൻ്റെ ത്രെട്ടിലാണ്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എൻഡമിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ദോസ് വിച്ച് ആർ. എൻഡമിക് പ്ലാന്റുകൾ അല്ലെങ്കിൽ അനിമലുകൾ എന്ന് പറഞ്ഞാൽ അവ എന്താണ്? കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ, റെസ്ട്രിക്റ്റഡ് ടു സർട്ടൻ ഏരിയ, ഫൗണ്ട് ഇൻ ആർട്ടിക് റീജിയൻ, ഗ്രിഗേറിയസ് ഇൻ ഹാബിറ്റാറ്റ്. അപ്പോൾ എൻഡമിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റെസ്ട്രിക്റ്റഡ് ഇൻ സെർട്ടൻ ഏരിയ. ചില പ്രത്യേക ഏരിയകളിൽ മാത്രം കാണപ്പെടുന്ന പ്ലാന്റിനെയോ അനിമലിനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻഡമിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ എൻഡമിക് അനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആണ്. അടുത്ത ചോദ്യം. ഇൻ ക്രയോ പ്രിസർവേഷൻ ജേം പ്ലാസം ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ്. നമുക്കറിയാം ക്രയോ പ്രിസർവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേം പ്ലാസത്തെ 196 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? 196 ഡിഗ്രി ഫാരൻഹൈറ്റ് തെറ്റാണ്, 0 ഡിഗ്രി ഫാരൻഹൈറ്റ് തെറ്റാണ്, -100 ഡിഗ്രി ഫാരൻഹൈറ്റ് തെറ്റാണ്. അപ്പോൾ നൺ ഓഫ് ദിസ് ആണ് ആൻസർ. മുകളിൽ പറഞ്ഞതൊന്നുമല്ല, പകരം എത്രയാണ്? 196 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following statement is correct for botanical garden? താഴെ പറയുന്നതിൽ ബൊട്ടാണിക്കൽ ഗാർഡനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? They provide a beautiful area for recreation. One can observe tropical plants there. They allow ex situ conservation of germplasm. They provide natural habitat for wildlife. നോക്കൂ മക്കളെ, ഈ പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡനുമായി ബന്ധപ്പെട്ട് ശരി എന്താണെന്നാണ്, കൂടുതൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് പറയുന്നത്. ദേ പ്രൊവൈഡ് ബ്യൂട്ടിഫുൾ ഏരിയ ഫോർ റീക്രിയേഷൻ. അതിനുള്ള സ്ഥലമാണോ ബൊട്ടാണിക്കൽ ഗാർഡൻ? ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. വൺ ക്യാൻ ഒബ്സർവ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ദെയർ. ട്രോപ്പിക്കൽ പ്ലാന്റുകളെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റൂ. അല്ല. ദേ അലോ എക്സിറ്റീവ് കൺസർവേഷൻ ഓഫ് ജേം പ്ലാസം. അത് ശരിയാണ്. ദേ പ്രൊവൈഡ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ഫോർ വൈൽഡ് ലൈഫ്. വന്യജീവികളെ അവിടെ പാർപ്പിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ അലോ എക്സിറ്റീവ് കൺസർവേഷൻ ഓഫ് ജേം പ്ലാസം. ശരിയല്ലേ? ആണ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡൺ ഇൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി? വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ താഴെ പറയുന്നത് എന്താണ് ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് ഫോണ, കൺസർവേഷൻ ഓഫ് ഫ്ലോറ, യൂട്ടിലൈസേഷൻ ഓഫ് സോയിൽ ആൻഡ് ഫ്ലോറ, പ്രൊഹിബിഷൻ ഓഫ് ഹണ്ടിങ്. മക്കളെ എന്താണ്? കൺസർവേഷൻ ഓഫ് ഫോണ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഡൈവേഴ്സിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. ഫോണ എന്ന് പറഞ്ഞാൽ അനിമൽ ഡൈവേഴ്സിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അനിമൽ ഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ദെൻ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. എൻഡമിസത്തെ ഇവിടെ എന്തുമായിട്ട് നമുക്ക് എന്തുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. എന്താ ഇവിടെയുണ്ട് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഓൺലി. അപ്പോൾ എ നമുക്ക് 3യുമായിട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ A3 എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ടല്ലോ, ഓപ്ഷൻ എ. അപ്പോൾ ശരിയായി. ബി നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാം? ബി ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ B5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റേൺ ഗാർഡ് ശരിയാണ്, B5 ആണ്. ഇനി സി സാക്രഡ് ഗ്രോവ് പറഞ്ഞ മക്കളെ. സി നോക്കിയേ, സാക്രഡ് ഗ്രോവിനെ എങ്ങോട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്? കാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ. ശരിയാണ്, C1 ആണ്. C1 തന്നെയല്ലേ മക്കളെ ഇവിടെയും? ആണ്. ഇനി ഡി ഏതാണ്? ഡി പറഞ്ഞോളൂ. ഡി ഈസ് ക്രയോ പ്രിസർവേഷൻ. D2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻസ്ഡ് എക്സിറ്റ് കൺസർവേഷൻ. ശരിയാണ്, D2 ആണ്. ഇനി ഈ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? എക്സിറ്റ് കൺസർവേഷൻ. കൺസർവേഷന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ 4 ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. സുവോളജിക്കൽ പാർക്ക് ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following region of the globe exhibit highest species diversity? ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന താഴെ പറയുന്നതിൽ ഏത് റീജിയനാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം ഏത് റീജിയൻ ആണെന്ന്. വെസ്റ്റേൺ ഗാർഡ്സ് ഓഫ് ഇന്ത്യ, മഡഗാസ്കർ, അതേപോലെ തന്നെ ഹിമാലയാസ്, ആമസോൺ ഫോറസ്റ്റ്. മക്കളെ പറഞ്ഞോ ഏതായിരിക്കും? ആമസോൺ ഫോറസ്റ്റ് ആണ് അല്ലേ? ആമസോൺ ഫോറസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയുക. അടുത്ത ചോദ്യം. According to Robert May, the global species diversity is about 1.5 million, 20 million, 50 million and 7 million. മക്കളെ ഏതാണ്? 7 million ആണ്. അപ്പോൾ റോബർട്ട് മേയുടെ അഭിപ്രായ പ്രകാരം 7 മില്യൺ ജീവികളായിരുന്നു ലോകത്തുള്ളത് എന്നായിരുന്നു അദ്ദേഹം കണക്കാക്കി വെച്ചിരുന്നത്. എന്നാൽ ഇപ്പം നമുക്ക് മനസ്സിലായ അത്രയൊന്നും ഇല്ല, എത്രയേ ഉള്ളൂ? 1.5 മില്യണേ ഉള്ളൂ എന്നാണ് 2004 കണക്ക് പ്രകാരം നമ്മളോട് IUCN പറയുന്നത് അല്ലേ? അടുത്ത ചോദ്യം. Which of the following is the most important for animals and plants being driven to extinction? അപ്പോൾ ജീവികളുടെ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും എക്സ്റ്റിങ്ഷന് കാരണമാകുന്ന എന്ത് കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഡ്രോട്ട് ആൻഡ് ഫ്ലഡ്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. മക്കളെ ഏതാണ്? ഡയറക്റ്റായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഈ എക്സ്റ്റിങ്ഷന്, ജീവികളുടെ എക്സ്റ്റിങ്ഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ഹാബിറ്റാറ്റ് ലോസ്, ആവാസ വ്യവസ്ഥ നശിക്കുന്നതും അതേപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയാസ് ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ജീവികൾ എക്സ്റ്റിങ്റ്റ് ആയി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഡിക്ലൈൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യൻ നേറ്റീവ് ഫിഷസ് ഡ്യൂ ടു ഇൻട്രൊഡക്ഷൻ ഓഫ് ക്ലാരിയാസ് ഗാരിപ്പൈനസ് ഇൻ റിവർ യമുന ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് കോ എക്സ്റ്റിങ്ഷൻ, ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ. പറഞ്ഞോ മക്കളെ. അതായത് നമ്മുടെ ഇന്ത്യൻ ഫിഷസ് നശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ക്ലാരിയാസിനെ കണക്കാക്കപ്പെടുന്നു. ക്ലാരിയാസ്, യമുന നദിയിലേക്ക് ക്ലാരിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. അതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ ആണ് അല്ലേ? യമുനയിൽ ഇല്ലായിരുന്ന, യമുന റിവറിൽ ഇല്ലാതിരുന്ന ക്ലാരിയാസ് ഫിഷിനെ നമ്മൾ അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? അവിടുത്തെ നേറ്റീവ് ഫിഷസ് ഇല്ലാതായിപ്പോയി. ദിസ് ഈസ് കാൾഡ് ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ. 2019 നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഡിസ്ക്രൈബ്ഡ് ഫോർ ഫസ്റ്റ് ടൈം. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്തിനെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഡിസ്ക്രൈബ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഇക്വേഷൻ, ഇക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് കൊടുത്തിട്ട് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ ഇക്വേഷൻ വരെ കൊടുത്തിരിക്കുന്നത് എന്തിലാണ്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അവിടെ അതേ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തത് എന്താണ്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. Which of the following is correctly matched? താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായി മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? എയറൻ കൈമ ഒപ്പൻഷ്യ, ഏജ് പിരമിഡ് ബയോമ്, പാർത്തീനിയം ത്രെട്ട് ടു ഹിസ്റ്ററോഫസ് ബയോഡൈവേഴ്സിറ്റി, സ്ട്രാറ്റിഫിക്കേഷൻ, പോപ്പുലേഷൻ. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ടേം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏതാണ് മക്കളെ? പാർത്തീനിയം ഈസ് ത്രെട്ട് ടു ഹിസ്റ്ററോഫോറസ് ബയോഡൈവേഴ്സിറ്റി.
പാർത്തീനിയം എന്ന് പറയുന്നത് ഒരു ഏലിയൻ സ്പീഷീസ് ആണ്. ആ പാർത്തീനിയം ആരെയാണ്, ഏത് ബയോഡൈവേഴ്സിറ്റിയാണ് ഭീഷണിയായി ബാധിക്കുന്നത്? ഹിസ്റ്ററോഫോറസ് അല്ലേ? ഹിസ്റ്ററോഫോറസ് ബയോഡൈവേഴ്സിറ്റിയെ വളരെ ഭീഷണിയായിട്ട് ബാധിക്കുന്ന ഒരു ഗ്രാസ് ആണ് പാർത്തീനിയം ഗ്രാസ് അഥവാ ക്യാരറ്റ് ഗ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. റെഡ് ലിസ്റ്റ് കണ്ടെയ്ൻസ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഓൺ. റെഡ് ഡാറ്റ ബുക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ റെഡ് ലിസ്റ്റ്. ഇത് എന്തിനെ കുറിച്ചുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്? all economically important plant whose product are in international trade, threatened species, marine vertebrates only. ഏതാണ് മക്കളെ? threatened species അല്ലേ? threatened speciesന്റെ ഡാറ്റ ഉൾക്കൊള്ളുന്ന ലിസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ്, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റെഡ് ലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ നാഷണൽ അക്വാട്ടിക് അനിമൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് അനിമൽ ഏതാണ്? അതായത് ദേശീയ ജലജീവി ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണത്. എന്താണ്? റിവർ ഡോൾഫിൻ ആണ് അല്ലേ? റിവർ ഡോൾഫിൻ നമ്മൾ ചെറിയ ക്ലാസ് തന്നെ പഠിക്കുന്നതാണ്. ദേശീയ ജലജീവി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ദാറ്റ് ഈസ് റിവർ ഡോൾഫിൻ ആണ്. ഓക്കെ, 2016 ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത ചോദ്യം, അതും 2014 ചോദ്യമാണ് അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ബീങ് ഡ്രിവൺ ടു എക്സ്റ്റിങ്ഷൻ? ഇതേ മക്കളെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ താഴെ പറയുന്ന കാരണങ്ങളിൽ അനിമലുകളും പ്ലാന്റുകളിലും എക്സ്റ്റിങ്ഷന് കാരണമാക്കുന്നത് ഏതാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. പറഞ്ഞ മക്കളെ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ നേരത്തെ നമ്മൾ ചെയ്തതാണ്, പ്രാക്ടീസ് സെക്ഷനിൽ നമ്മൾ ചെയ്തതാണ് അല്ലേ? ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും ഡയറക്റ്റ് ആയിട്ട് ജീവികൾ എന്താവാനാണ് കാരണമാകുന്നത്? എക്സ്റ്റിങ്റ്റ് ആവാൻ കാരണമാകുന്ന രണ്ട് റീസൺസ് ആണ്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഇതാണ്. A species facing extremely high risk of extinction in the immediate future is called vulnerable, endemic, critically endangered, extinct. മക്കളെ പറഞ്ഞു, critically endangered species അല്ലേ? വളരെ അടുത്ത കാലത്ത് തന്നെ എക്സ്റ്റിങ്റ്റ് ആവാൻ പോകുന്ന ജീവികളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, അടുത്ത ചോദ്യം. The organization which publishes the red list of species is. താഴെ പറയുന്ന ഏത് ഓർഗനൈസേഷനാണ് സ്പീഷീസിന്റെ റെഡ് ലിസ്റ്റ് അഥവാ റെഡ് ഡേറ്റ ബുക്ക് ഒക്കെ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ റെഡ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. എ ICFRE, ബി IUCN, സി UNEP, ഡി WWF. ഏതാണ് മക്കളെ? IUCN. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റെഡ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഓരോ രാജ്യങ്ങളും ഇൻഡിവിജ്വലായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ബയോഡൈവേഴ്സിറ്റിയോട് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റെഡ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇന്റർനാഷണലി ഇത് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ആരാണ്? IUCN ആണ്. ഓക്കെ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കാണുക. The given below is the representation of extent of global diversity of invertebrates. What group the four portions A to D represent respectively? A to D എന്തിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. എ ആരാണ്? ഇൻസെക്ട്സ് ആണ്. ശരിയല്ലേ മക്കളെ? എ എന്ന് പറയുന്നത് ഇൻസെക്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലുണ്ട് ഇൻസെക്റ്റ്. ഇനി ബി എന്ന് പറയുന്ന പോർഷൻ ഏതാണെന്ന് നോക്കണം. ബി എന്ന് പറയുന്ന പോർഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡി നോക്കാം. തൽക്കാലം നമുക്ക് ബി നോക്കാം. എന്താ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പൈ ഡയഗ്രാം ആയതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ നോക്കുക മക്കളെ, ബി എന്താണ്? മൊളസ്കയാണ്. ഡി എന്ന് പറയുന്നത് അതർ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണ് അല്ലേ മക്കളെ? സി എന്ന് പറയുന്നത് ക്രസ്റ്റേഷ്യൻസ് ആണ്. അപ്പോൾ ഏതാണ് വരിക? എ ഈസ് ഇൻസെക്റ്റ്, ബി ഈസ് mollusca, C is crustaceans, okay, D is അതർ അനിമൽ. കാരണം നമുക്കറിയാം ഒന്നാം സ്ഥാനം ആർക്ക് തന്നെയാണ്? ഇൻസെക്റ്റ് ആർത്രോപോഡയ്ക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൊളസ്കയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത് ആരാണ്? മൊളസ്കയാണ്. അതുകൊണ്ട് തന്നെ എയും ബിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസമില്ല. അപ്പോൾ ഇതാണ് ആൻസർ. Okay, option 4 is the answer. Okay, next. Which of the following represent maximum number of species among global biodiversity?
നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയ ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ തന്നിരിക്കുന്നതിൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയിൽ ഏറ്റവും മാക്സിമം നമ്പർ സ്പീഷീസ് ഉള്ളത് ആർക്കാണ്? ഫംഗസിനാണ്. നമ്മൾ നേരത്തെ ചെയ്തതല്ലേ? തന്നിരിക്കുന്നതിൽ ആർക്കാണ്? അനിമേലിയ തന്നിരുന്നെങ്കിൽ അത് എഴുതിയായിരുന്നു. അനിമൽ ഇല്ല ഈ ഗ്രൂപ്പിൽ, അതുകൊണ്ട് തന്നെ ഫംഗസ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് കിങ്ഡം ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഫംഗസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following has maximum genetic diversity in India? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉള്ളത് താഴെ പറയുന്നതിൽ ആർക്കാണ്? മാംഗോ, വീറ്റ്, ഗ്രൗണ്ട് നട്ട്, റൈസ്. മക്കളെ പറഞ്ഞു, റൈസ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആരെന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്, റൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷസ് റെഡ് ഡേറ്റ ബുക്ക്? നേരത്തെ റെഡ് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഏജൻസി ചോദിച്ചതുപോലെ അടുത്ത ഓർഗനൈസേഷൻ്റെ പേര് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന. മക്കളെ രണ്ടും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആരാണ്? IUCN അല്ലേ മക്കളെ? IUCN ആണ് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. The Earth Summit held in Rio de Janeiro in 1992 was called. നോക്ക്, എർത്ത് സബ്മിറ്റ് എവിടെ വെച്ച് നടന്ന? റിയോ ഡി ജനീറോയിൽ 1992 നടന്ന എർത്ത് സബ്മിറ്റ് എന്തിനെക്കുറിച്ചായിരുന്നു? The immediate step to discontinue the use of CFCs that were damaging the ozone layer അല്ല. To reduce carbon dioxide emissions in global warming അല്ല. For conservation of biodiversity and sustainable utilization of its benefits. അതല്ലേ മക്കളെ? ശരി ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നു 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന എർത്ത് സബ്മിറ്റ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്, അതിനെക്കുറിച്ചായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ ഇൻസിറ്റു കൺസർവേഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സാക്രഡ് ഗ്രോവ് നമുക്കറിയാം, ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ബയോസ്ഫിയർ റിസർവ്, ദ വൈഡർ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഇൻസിറ്റു കൺസർവേഷൻ ആണ് ബയോസ്ഫിയർ റിസർവ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി ശരി തന്നെയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താണ് മക്കളെ? എക്സിറ്റു ആണ്, എക്സിറ്റു കൺസർവേഷൻ ആണ്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ അല്ലാത്തത് ആരാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. Western Ghats have a large number of plant and animal species that are not found anywhere else. Which of the following term will you use notify such species? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? എൻഡമിക് സ്പീഷീസ്. ദാ ഇവിടെയുണ്ട് എൻഡമിക് സ്പീഷീസ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. All of the following are included in ex-situ conservation except. താഴെ പറയുന്നതിൽ എല്ലാത്തിനെയും എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എക്സെപ്റ്റ് എക്സിറ്റുവിൽ ഉൾപ്പെടാത്തത്. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, സാക്രഡ് ഗ്രോവ്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്. മക്കളെ ഏതാണ്? സാക്രഡ് ഗ്രോവ്സ് ആണ്. കാരണം അതെന്താണ്? ഇൻസിറ്റു. നേരത്തെ ചോദിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതേ ഉള്ളൂ. എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ബാക്കിയുള്ളതെല്ലാം എക്സിറ്റു കൺസർവേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് തോന്നുന്നത് വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്, സുവോളജിക്കൽ പാർക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Which one of the following is related to ex-situ conservation of threatened animals and plant? നോക്ക്, എക്സിറ്റു കൺസർവേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഹിമാലയൻ റീജിയൻ, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. മക്കളെ ഏതാണ്? വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. വൈൽഡ് ലൈഫ് സഫാരി പാർക്സ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, അതെന്താണ്? അത് ഇൻസിറ്റു കൺസർവേഷൻ ആണ് അല്ലേ? സോറി, എക്സിറ്റു കൺസർവേഷൻ ആണ്. അപ്പോൾ അവനാണ് അവിടെ എക്സിറ്റു ആയിട്ടുള്ളത്, ബാക്കിയുള്ളവരെല്ലാം ഇൻസിറ്റു കൺസർവേഷൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ റീജിയൺ ഓഫ് ബയോസ്ഫിയർ റിസർവ് വിച്ച് ഈസ് ലീഗലി പ്രൊട്ടക്റ്റഡ് ആൻഡ് വെയർ നോ ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് അലൗഡ് ഈസ് നോൺ ആസ്. ഒരു ബയോസ്ഫിയർ റിസർവിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് മനുഷ്യരൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ലീഗലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റീജിയണിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് കോർ റീജിയൻ ഓഫ് ബയോസ്ഫിയർ റിസർവ് അല്ലേ? ബയോസ്ഫിയർ റിസർവിൻ്റെ കോർ സോൺ അഥവാ കോർ റീജിയൻ എന്നാണ് നമ്മൾ ആ റീജിയനെ വിളിക്കുന്നത്. അതിൻ്റെ പുറത്ത് ബഫർ റീജിയൻ ആണ്. അവിടെ നമുക്ക് കടന്നു ചെല്ലാനും നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും ഒക്കെയുള്ള ലീഗൽ പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ലീഗൽ പ്രൊഹിബിഷനാണ്, അങ്ങോട്ട് നമ്മൾ കയറാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഹൗ മെനി ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ടിൽ ദ ഡേറ്റ് ബൈ നോർമർ മെയേഴ്സ്? നോർമർ മെയേഴ്സ് ഏകദേശം എത്ര ഹോട്ട്സ്പോട്ടുകളാണ് ലോകത്ത് തിരിച്ചറിഞ്ഞിട്ടുള്ളത്?
ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എത്രയുമാണ് നോക്കാം നമുക്ക്. മക്കളെ ആൻസർ എന്താണ്? 34 ആണ് അല്ലേ, 34 34ഓളം ഹോട്ട്സ്പോട്ടുകൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് നോർമൽ മേയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട് ടിൽ ഡേറ്റ്. അതായത് ഇതുവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് 34 ഹോട്ട്സ്പോട്ടുകളാണ്. നെക്സ്റ്റ്, which of the following national park is home to famous musk deer or hangul? നോക്ക്, മസ്ക് ഡിയർ കസ്തൂരി മാനിൻ്റെ ഏറ്റവും കൂടുതൽ ഓർ ഹാങ്കുൾ എന്നറിയപ്പെടുന്ന ഈ ഒരു മാനിൻ്റെ ഏറ്റവും കൂടുതൽ ശേഖരമുള്ള നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഡച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരാണ് ആൻസർ. ഡച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീർ. നീറ്റ് 2016 ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് നമ്മൾ നോട്ടീസ് ചെയ്യാതെ വിടുന്ന ഒരു കാര്യമാണ് ഈ ജീവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത്. ഓക്കെ, മസ്ക് ഡിയർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഡച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ഇൻ ഇന്ത്യ ഈസ് എ ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി? താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഒരു ഹോട്ട്സ്പോട്ട് ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ പ്രാക്ടീസ് സെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞു. വെസ്റ്റേൺ ഗാട്സ്, ഈസ്റ്റേൺ ഗാട്സ്, ഗാൻജറ്റിക് പ്ലെയിൻ, സുന്ദർബൻസ്, വെസ്റ്റേൺ ഗാട്സ്. ഏതാണ് മക്കളെ? വെസ്റ്റേൺ ഗാട്സ് ആണ് ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് സെലക്ട് ചെയ്യാം. ദ ഡെസേർട്ട് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ഹാവ് എ വെരി ഹൈ ലെവൽ ഓഫ് ഡെസേർട്ട് അനിമൽ സ്പീഷീസ് ആസ് വെൽ ആസ് ന്യൂമറസ് റെയർ അനിമൽസ്. തെറ്റാണ്. അവിടെ വെജിറ്റേഷൻ കൂടുതലാണെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തെറ്റാണ്. ലാർജ് സ്കെയിൽ പ്ലാന്റിംഗ് ഓഫ് BT കോട്ടൺ ഹാവ് നോ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി. തെറ്റാണ്. കാര്യം അത് ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറയാൻ കാരണമാവും അല്ലേ. ജനറ്റിക്കലി റീകമ്പൈൻ ചെയ്ത ക്രോപ്പുകളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നത് എന്ത് കുറയാൻ കാരണമാകും? ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീറ്റ് ചെയ്യാൻ കാരണമാകും. വെസ്റ്റേൺ ഗാട്സ് ഹാവ് എ വെരി ഹൈ ഡിഗ്രി ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് എൻഡമിസം. വെസ്റ്റേൺ ഗാട്സിന് ഹൈ ഡിഗ്രി ഓഫ് സ്പീഷീസ് റിച്ച്നെസ് എൻഡമിസം ഉണ്ട്. ശരിയാണ്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ജസ്റ്റ് എ ഫാഡ് പർസ്യൂഡ് ബൈ ഡെവലപ്ഡ് കൺട്രീസ്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ജസ്റ്റ് എ ഫാഡ് പർസ്യൂഡ് ബൈ ഡെവലപ്ഡ് കൺട്രീസ്. അത് രണ്ടും നമുക്ക് ശരിയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നാലും കൂടുതൽ ശരി വെസ്റ്റേൺ ഗാട്സ് ഹാവ് വെരി ഹൈ ഡിഗ്രി ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് എൻഡമിസം എന്നുള്ളതാണ്. അതാണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സാക്രഡ് ഗ്രോവ്സ് ആർ സ്പെഷ്യലി യൂസ്ഫുൾ ഇൻ ജനറേറ്റിംഗ് എൻവയോൺമെന്റൽ അവയർനെസ്, പ്രിവെന്റിംഗ് സോയിൽ ഇറോഷൻ, ഇയർ റൗണ്ട് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ്, കൺസർവിംഗ് റെയർ ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസ്. മക്കളെ ഏതാണ്? കൺസർവിംഗ് റെയർ ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസ് അല്ലേ. സാക്രഡ് ഗ്രോവ്സിനകത്ത് നമുക്ക് വളരെ റെയറും ത്രെട്ടൻഡുമായിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൺസർവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് A to D ഈച്ച് വിത്ത് 1 or 2 blanks. ഓക്കെ, നമുക്ക് നോക്കാം. ബിയേഴ്സ് ഗോ ഇൻ ടു ഡാഷ് ഡ്യൂറിംഗ് വിന്റർ ഡാഷ് ടു കോൾഡ് വെതർ. മക്കളെ പറഞ്ഞോ, ഇത് നമ്മൾ മറ്റൊരു ചാപ്റ്റർ ചെയ്ത് നോക്കിയ ചോദ്യം കൂടാണ്. എവിടെയാണ്? നമ്മുടെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ അല്ലേ. ബിയേഴ്സ് ഗോ ടു ഹൈബർനേഷൻ ഡ്യൂറിംഗ് വിന്റർ ടു എസ്കേപ്പ് ഫ്രം കോൾഡ് വെതർ. നോക്ക് മക്കളെ, ആ ഒരു ഇതുണ്ടോന്ന്? ഹൈബർനേഷൻ ഉണ്ടല്ലോ. ഇവിടെ മാത്രമേ ഹൈബർനേഷൻ ഉള്ളൂ. എസ്കേപ്പ് ഫ്രം കോൾഡ് വെതർ ഇനി ബാക്കി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേടാ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സിറ്റ് കൺസർവേഷൻ? താഴെ പറയുന്നതിൽ ഒരു എക്സിറ്റ് കൺസർവേഷൻ ഏതാണ്? വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ല, എക്സിറ്റ് അല്ല. സീഡ് ബാങ്ക് എക്സിറ്റ് കൺസർവേഷൻ ആണ്. സാക്രഡ് ഗ്രോവ്സ് എക്സിറ്റ് കൺസർവേഷൻ അല്ല. നാഷണൽ പാർക്ക് എക്സിറ്റ് കൺസർവേഷൻ അല്ല. ഏതാണ് മക്കളെ ആൻസർ? സീഡ് ബാങ്ക് ആണ് ആൻസർ. ഓക്കെ, എക്സിറ്റ് കൺസർവേഷൻ എക്സാമ്പിൾ സീഡ് ബാങ്ക് ആണ്. വൈൽഡ് ലൈഫ് സാഞ്ചുറീസും സാക്രഡ് ഗ്രോവ്സും നാഷണൽ പാർക്കും ഒക്കെ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻസ് ആണ്. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഇൻസിറ്റു കൺസർവേഷൻ? അപ്പം നോക്കിയേ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷനെ കുറിച്ചാണ്. അപ്പോൾ താഴെ പറയുന്നതിൽ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ആരെയാണ്? നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ലെങ്കിൽ സാഞ്ചുറി, ബൊട്ടാണിക്കൽ ഗാർഡൻ, ബയോസ്ഫിയർ റിസർവ്. മക്കളെ ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. കാരണം അവൻ എക്സിറ്റു കൺസർവേഷൻ ആണ്, അവൻ ആരല്ല? ഇൻസിറ്റു കൺസർവേഷൻ അല്ല. അടുത്ത ചോദ്യം. Viable material of endangered species can be preserved by gene bank, gene library, herbarium, gene pool. മക്കളെ എവിടെയാണ്? ജീൻ ബാങ്ക്. വയബിൾ മെറ്റീരിയൽ, ജീവനുള്ള മെറ്റീരിയൽ, എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ജീവനുള്ള മെറ്റീരിയൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാണ്? ജീൻ ബാങ്കിലാണ്. എവിടെയാണ്? ജീൻ ബാങ്കിലാണ്. ഓക്കെ.